ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. ഒന്ന് ചിന്തിക്കാൻ. ഒരു IAS വിദ്യാർത്ഥിയോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു, കരിങ്കടൽ ബ്ലാക്ക് സീനെ അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വിദ്യാർത്ഥി പറഞ്ഞത്, ആ കടലിൻ്റെ പരിസര പ്രദേശത്തുള്ള മണ്ണെല്ലാം കറുത്തതായിരിക്കാം എന്നാണ്. അപ്പോൾ ചെങ്കടലോ, റെഡ് സീ എന്നായി അടുത്ത ചോദ്യം. ചുവന്ന മണ്ണായിരിക്കാം എന്നായി ഉത്തരം. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയ ആൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ചാവുകടൽ ഡെഡ് സീൻ്റെ തീരം മുഴുവൻ ശവശരീരങ്ങളായിരിക്കുമല്ലോ. ആ വിദ്യാർത്ഥി ആ അഭിമുഖത്തിൽ പരാജിതനായി. ഒന്നും അറിയില്ലാത്ത മനുഷ്യൻ സർവജ്ഞാനനാണെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. അറിവില്ലായ്മ അപമാനമായി കാണുന്ന നേതാക്കൾ, അറിവില്ലായ്മ അപമാനമായി കാണുന്ന അനേകർ ഉണ്ട്. അറിവില്ലായ്മ എന്നത് എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് പലരും കരുതുന്നത്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആരുമില്ല എന്നതാണ് വസ്തുത. മനുഷ്യൻ്റെ അറിവ് എത്ര നിസ്സാരമാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ചോ നമുക്ക് പിടിപ്പെട്ടിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ചോ നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ സമുദ്രങ്ങളെക്കുറിച്ചോ നമ്മൾ ഏറിയ കൂറും അജ്ഞരാണ്. നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ എല്ലാ കാര്യങ്ങളും നമുക്കറിയാമോ? അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുവാൻ നാം മടിക്കേണ്ടതില്ല. അറിയില്ലാത്തത് അറിയാമെന്ന് ഭാവിക്കുന്നത് കൊണ്ട് അറിയുവാൻ സാധ്യത ഉള്ളവയും അറിയുവാൻ കഴിയാതെ പോകുന്നു. തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ ഇങ്ങനെ: വിജ്ഞാനമാകുന്ന കടൽ തീരത്തെ ഒരു നുള്ളു മണൽത്തരി പോലും കൈവശമാക്കുവാൻ ഇതുവരെയായിട്ടും എനിക്ക് കഴിഞ്ഞിട്ടില്ല. നാം സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകൾ എത്രയോ പരിമിതമാണ്. നാം അറിവില്ലാത്തവരാണ് എന്നറിയുന്നത് മാത്രമാണ് യഥാർത്ഥ അറിവ്. ഒന്ന് ചിന്തിക്കാൻ. നമ്പർ 2. നേത്രാവതി പുഴയിൽ ചാടി മരിക്കും മുന്നേ അയാൾ ഒരു വരി ഇങ്ങനെ എഴുതി: എൻ്റെ ബിസിനസ് തന്ത്രങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു. 7000 കോടി രൂപയുടെ കടം കടന്നുകൂടി. ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. മരണമാണ് ഏകമാർഗമാണെന്നും ചിന്തിച്ച് കുടുംബത്തെ തനിച്ചാക്കി അയാൾ എന്നേക്കുമായി ഓടി ഒളിച്ചു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയായ കെഫ്ഡെ കോഫിയുടെ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെ കഥയാണ് മേൽ പറഞ്ഞത്. സിദ്ധാർത്ഥയുടെ മരണത്തിന് ശേഷം CEO സ്ഥാനത്ത് എത്തിയ അദ്ദേഹത്തിൻ്റെ പാവം ഭാര്യ മാളവികനെ പലരും സഹതാപത്തോടെ നോക്കിയിട്ടുണ്ടാവും. ഹതഭാഗ്യയായ സ്ത്രീ, വലിയൊരു കടക്കാരൻ്റെ ഭാര്യ. മറ്റു പലരും അടക്കം പറഞ്ഞു, ഓ, ഇനിയിപ്പോൾ 3 പതിറ്റാണ്ട് കൊണ്ട് സിദ്ധാർത്ഥ നേടിയത് 7000 കോടിയുടെ കടമാണ്. ഇനി ഈ ബിസിനസ്സും പറഞ്ഞ് നടക്കാതെ ശിഷ്ടകാലം ഏതേലും മുറിയിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഈ പെണ്ണിന് നല്ലത്. അങ്ങനെ ഒരുപാട് സാമൂഹിക ഉപദേശങ്ങൾ അവൾക്ക് ചുറ്റും നിന്നു. മുറവിളി കൂട്ടിയിട്ടുണ്ടാവും. CEO കസേരയിൽ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. തൻ്റെ ദുർവിധിയെ ഓർത്ത്, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖം മാത്രം ഓർത്താൽ തന്നെ എത്ര വലുതായിരിക്കും അവരുടെ ഭാരം. പക്ഷേ ഇതെല്ലാം അവളുടെ ജീവിതത്തിലെ മുൾപാതകൾ മാത്രമായിരുന്നു. എന്നാൽ വെറും 2 കൊല്ലം കൊണ്ട് 5500 കോടി രൂപയുടെ കടം വീട്ടി സിദ്ധാർത്ഥ തോറ്റയെടുത്ത് വിജയക്കൊടി പാറിച്ച അയാളുടെ യഥാർത്ഥ ഹീറോയിന്ന് ആണവർ.
ഒരുപക്ഷെ സിദ്ധാർത്ഥ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല തൻ്റെ ഭാര്യയുടെ ആ കഴിവിനെ. നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇതുപോലെ 1000 മാളവികകളെ നമുക്ക് കാണാൻ സാധിക്കും. ശൂന്യതയിൽ നിന്ന് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരുപാട് സ്ത്രീകളെ, ഒരുപാട് കുടുംബങ്ങളുടെ നട്ടെല്ലായ സ്ത്രീകളെ, അവരെയൊക്കെയാണ് സ്ത്രീകളെ കൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന അധമമാർക്കുള്ള മറുപടി. ഇതിനെയാണ് അക്ഷരം തെറ്റാതെ വുമൺ എംപവർമെൻറ്റ് എന്ന് വിളിക്കേണ്ടത്. മാത്രമായിട്ട് നിൽക്കരുത്. ബൈബിളിലെ ഒരു സുന്ദരമായ വചനമാണ്. ഓൾഡ് ടെസ്റ്റമെന്റിലെ ബുക്ക് ഓഫ് നെഹേമിയ 2:20, 2:20. ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കാവുന്നത്. അതിനകത്തൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞാൻ പഠിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ബൈബിൾ വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. നമ്മൾ പണ്ട് പറയാറുള്ള താമ്പാതി ദൈവം പാതി, അങ്ങനത്തെ ഒരു കുഞ്ഞുകാരല്ലത്. ഇതൊരു ഡിവൈൻ, ബ്യൂട്ടിഫുൾ ഡിവൈൻ വേർഡാണത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവം സഹായിച്ചോളും, ദൈവം സഹായിച്ചോളും, ദൈവം സഹായിച്ചോളും, ദൈവം സഹായിക്കും. എന്തിന്? നന്നായിട്ട് കൈകെട്ടിയിരിക്കാൻ സഹായിക്കും. പ്രാർത്ഥന മാത്രമായിട്ട് നിൽക്കരുത്. ബൈബിളിലെ ഒരു സുന്ദരമായ വചനമാണ്. ഓൾഡ് ടെസ്റ്റമെന്റിലെ ബുക്ക് ഓഫ് നെഹേമിയ 2:20, 2:20. ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കാവുന്നത്. അതിനകത്തൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. ഏഴാം ചരമദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബഹുമാനപ്പെട്ട ബിനു പണ്ടാരപ്പറമ്പിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, എടാ, ഇന്ന് എൻ്റെ അമ്മയുടെ 7ാം ചരമദിനത്തിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ 2 വാക്ക് പ്രസംഗം പറയണോ? എടുത്ത വഴിക്ക് അവൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അത് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ആദ്യം വളരെ സന്തോഷത്തോടു കൂടെ നിരാകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, എൻ്റെ സ്നേഹത്തോടു കൂടിയ ഷാഠ്യത്തിൻ്റെ മുമ്പിൽ അവനത് ഏറ്റെടുക്കുകയായിരുന്നു. അധിക സമയമൊന്നും പറയില്ല, കൂടി വന്ന ഒരു 3 മിനിറ്റ്. എൻ്റെ കൂടി ചിലപ്പോൾ ഒരു പാട്ട് ഞാൻ പാടിന്നിരിക്കും, പക്ഷേ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. എന്നിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷം അവൻ പ്രസംഗിച്ചത് 3 മിനിറ്റ് മാത്രം. അതിൽ 1.5 മിനിറ്റേ പറഞ്ഞുള്ളൂ, ബാക്കി പാട്ടായിരുന്നു. അവൻ്റെ പറച്ചിൽ ഇങ്ങനെയായിരുന്നു: ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പകൽ വെളിച്ചത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായാൽ നമുക്കൊക്കെ വല്ലാത്തൊരു ഭയം ഉണ്ടാകും. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സൂര്യൻ അസ്തമിച്ചു പോയതിൻ്റെ പേരിൽ ഭയപ്പെട്ട് നിൽക്കുന്നവൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അമ്മ ഒരു പകൽ വെളിച്ചമായിരുന്നു, പക്ഷേ ആ വെളിച്ചം അസ്തമിച്ചു എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അസ്തമിച്ചിട്ടില്ല. അത് വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആ ഉദിച്ചു നിൽക്കുന്ന ആ പ്രകാശത്തിലേക്ക് ചെന്നെത്തുക എന്നതാണ് ഇനി നിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഈ പാട്ട് പാടി. മടിയിലെ മാങ്കളിരിൽ മയങ്ങൂ
സഹോദര, ഇനി വീട്ടിലുള്ള എല്ലാ വായന കണ്ണടകളും വലിച്ചെറിയൂ. കാരണം നാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ